സോ ഒരു ആൻറ്റിന ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ എയിം എന്തായിരിക്കണം? അവർ എയിം ഈസ് ടു ഹാവ് മാക്സിമം പവർ ട്രാൻസ്ഫർ ഫ്രം ആൻറ്റിന ടു ദ ലോ നോയ്സ് ആംപ്ലിഫയർ. ഇവിടെ നമുക്ക് ആൻറ്റിന കാണാം അല്ലേ? ഈ ആൻറ്റിനയിൽ നിന്ന് മാക്സിമം പവർ എവിടേക്ക് എത്തണം? നമ്മുടെ ലോ നോയ്സ് ആംപ്ലിഫയറിലേക്ക് എത്തണം. സോ ഹിയർ വി ആർ ട്രൈയിങ് ടു ട്രാൻസ്ഫർ ആസ് മച്ച് പവർ ആസ് വി ക്യാൻ ടു റെഡ്യൂസ് ദ ലോസ്. എന്നാലാണ് നമുക്കിവിടെ പവർ ലോസ് ഒഴിവാക്കാൻ സാധിക്കുന്നത്. സോ മാക്സിമം പവർ ട്രാൻസ്ഫർ എന്ന് പറയുന്നതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ്. നമ്മൾ ഒരു ലോ നോയ്സ് ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം റിഫ്ലക്ഷൻ കോഎഫിഷ്യൻസ് ഉണ്ടെന്ന് അറിയാം അല്ലെ? ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സൈഡിൽ ലോസ് ചെയ്യുന്ന റിഫ്ലക്ട് ചെയ്ത് പോകുന്നത് അത് നമ്മൾ എസ് പാരാമീറ്റേഴ്സ് വെച്ച് എഴുതുമ്പോൾ എഴുതിയിരുന്നത് S11 S22 എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരുന്നത്. ഈ റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ആ ലോസ് ഷുഡ് ബി കെപ്റ്റ് ബിലോ 10 decibel ഫോർ മാക്സിമം പവർ ട്രാൻസ്ഫർ ആൻഡ് ഫ്യൂവർ റിഫ്ലക്ഷൻസ്. അപ്പോൾ ഇൻപുട്ട് സൈഡിൽ വന്ന് റിഫ്ലക്ട് ചെയ്ത് പോകുന്നതാണ് ലോസ് അല്ലെ? കടന്നു പോകുന്ന സിഗ്നല് അധികം റിഫ്ലക്ഷൻസ് ഇല്ലാണ്ട് മാക്സിമം കടത്തിവിടാൻ സാധിക്കണം. സോ എത്ര ഇതിൽ കുറച്ച് വെക്കണം എന്നാണ് അവർ പറയുന്നത്. വെൻ വി ആർ ഡിസൈനിങ് എ ലോ നോയ്സ് ആംപ്ലിഫയർ, our reflection losses, that is S11 and S22 in both sides, we should keep them below 10 decibel for maximum power transfer. Okay. So this is one of the important second feature when we are designing a low noise amplifier. Third important parameter while we are designing a low noise amplifier is impedance matching. സോ ഇമ്പിഡൻസ് മാച്ചിങ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തി എന്തായിരുന്നു? പവർ മാക്സിമം പവർ ട്രാൻസ്ഫറിനെ പറ്റിയിട്ടായിരുന്നു അല്ലേ? സോ ദിസ് ഇമ്പിഡൻസ് മാച്ചിങ് കൺസെപ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഗെറ്റ് മാക്സിമം പവർ ട്രാൻസ്ഫർ. മാക്സിമം പവർ ട്രാൻസ്ഫർ കിട്ടാൻ നമ്മൾ ഇമ്പിഡൻസ് മാച്ചിങ് സർക്യൂട്ടിൽ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ഹിയർ വി റിക്വയർ ഇൻപുട്ട് ഇമ്പിഡൻസ് മാച്ചിങ് ആസ് വെൽ ആസ് ഔട്ട്പുട്ട് ഇമ്പിഡൻസ് മാച്ചിങ്. നമുക്ക് സർക്യൂട്ടിൽ ഇൻപുട്ട് ഇമ്പിഡൻസും ഔട്ട്പുട്ട് ഇമ്പിഡൻസ് മാച്ചിങ്ങും പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ അങ്ങനെയാണെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മാക്സിമം പവർ ട്രാൻസ്ഫർ അവിടെ കിട്ടുന്നത്. സോ ഈ ഒരു സർക്യൂട്ടിൽ നോക്കുക, ഇൻപുട്ട് ഇമ്പിഡൻസ് മാച്ചിങ് നെറ്റ്വർക്ക് ഉണ്ട്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് മാച്ചിങ് നെറ്റ്വർക്ക് ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ഇവിടെ നമ്മൾ എസ് പാരാമീറ്റേഴ്സിൽ ആംപ്ലിഫയറിന്റെ റിഫ്ലക്ഷൻ കോഎഫിഷ്യൻസ് കാണിച്ചിട്ടുണ്ട് അല്ലെ? S11 S22. അത് നമുക്കറിയാം. S11 ഈസ് ദ ഇൻപുട്ട് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് ആണ് അല്ലെ? റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ഇൻപുട്ട് സൈഡിൽ റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ആ ഒരു സിഗ്നലിന്റെ കോഎഫിഷ്യന്റ് റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് ആണ് S11. S22 ഈസ് ദ റിഫ്ലക്ഷൻ കോഎഫിഷ്യന്റ് ഇസ് ദ ഔട്ട്പുട്ട് സൈഡ് അല്ലെ? അപ്പോൾ S12 S21 എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇറ്റ് റെപ്രസെന്റ്സ് ദ പവർ ഫ്ലോ. ദാറ്റ് ഈസ് S21 എന്ന് പറഞ്ഞാൽ എന്താണ്? S21 means the signal from input to output. S21 എന്ന് പറയുന്നത് ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്കുള്ള സിഗ്നൽ ഫ്ലോ അല്ലെങ്കിൽ പവർ ഫ്ലോ. അതിന് വേറൊരു പേര് പറയുകയാണെങ്കിൽ ഫോർവേഡ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയാം. S21 is the forward voltage gain. അപ്പോൾ S12 എന്താണ്? it is the signal from output to input അല്ലെ? എന്ന് വെച്ചാൽ സെക്കൻഡ് പോർട്ടിൽ നിന്ന് ഫസ്റ്റ് പോർട്ടിലോട്ടുള്ള സിഗ്നലിന്റെ ട്രാൻസ്മിഷനാണ് S12 എന്ന് പറയുന്നത്. സോ വേറെ പേരിൽ പറയുകയാണെങ്കിൽ നമുക്കിതിനെ S12 ഇറ്റ് ഇസ് റിവേഴ്സ് വോൾട്ടേജ് ഗെയിൻ എന്നുള്ള പേരിലും പറയാം. സോ ഹിയർ നമ്മൾ ഇമ്പിഡൻസ് മാച്ചിങ്ങിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരുന്നത്. ഈ ഇമ്പിഡൻസ് മാച്ചിങ് നമ്മൾ ചെയ്യുന്നത് ഇറ്റ് ഈസ് ടു എൻഷുർ ഒപ്റ്റിമം നോയ്സ് പെർഫോമൻസ് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദ സർക്യൂട്ട്. ഇങ്ങനെ ഇമ്പിഡൻസ് മാച്ചിങ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് നോയ്സ് പെർഫോമൻസ് കറക്റ്റ് ആക്കാൻ, നോയ്സ് കുറയ്ക്കാൻ, ഡിസൈർഡ് സിഗ്നൽ കൂട്ടാൻ, ആൻഡ് ടു ഗെറ്റ് സ്റ്റെബിലിറ്റി ഓഫ് ദ സർക്യൂട്ട്. ഇങ്ങനെ നമ്മൾ ഔട്ട് സൈഡിലും ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഇമ്പിഡൻസ് മാച്ചിങ് ചെയ്താലാണ് നമുക്ക് നോയ്സ് പെർഫോമൻസ് കറക്റ്റ് ചെയ്യാനും സർക്യൂട്ടിന്റെ സ്റ്റെബിലിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇമ്പിഡൻസ് മാച്ചിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈ ലോ നോയ്സ് ആംപ്ലിഫയറിനെ ഡിസൈൻ ചെയ്യുമ്പോൾ BJT വെച്ച് ഡിസൈൻ ചെയ്യാം, FET വെച്ച് ഡിസൈൻ ചെയ്യാം, അതുപോലെ തന്നെ MOSFET വെച്ചിട്ടും ഡിസൈൻ ചെയ്യാം. Okay, so here is one of the small signal model of low noise amplifier using FET. FET യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്മോൾ സിഗ്നൽ രീതിയിൽ വരച്ചിരിക്കുന്ന ഒരു ഡയഗ്രാം ആണ്, ലോ നോയ്സ് ഡയഗ്രാം ആണ്. ദിസ് ഇസ് എ സ്മോൾ സിഗ്നൽ ഈക്വലന്റ് ഓഫ് FET മോഡൽ. സോ നമ്മളൊരു ലോ നോയ്സ് ഈക്വലന്റ് മോഡൽ വിത്ത് FET കൺസിഡർ ചെയ്യാണ് ഇവിടെ.
സോ ഹിയർ നമുക്ക് നോക്കാം ഇംപിഡൻസ് മാച്ചിങ് നെറ്റ്വർക്ക് നമ്മൾ പറഞ്ഞു പോലെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇംപിഡൻസ് മാച്ചിങ് ചെയ്യുന്നത് ടു എൻഷുർ ദ നോയ്സ് പെർഫോമൻസ് ആൻഡ് ടു ഗെറ്റ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സർക്യൂട്ട് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലോണം സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഹിയർ കോമ്പിനേഷൻ ഓഫ് സീരീസ് ആൻഡ് ഷണ്ട് ഫീഡ്ബാക്ക് കാണാം. ഇവിടെ സീരീസിലും ഇവിടെ പാരലായിട്ട് ഷണ്ടായിട്ടും എന്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, നമുക്ക് ഫീഡ്ബാക്ക് സർക്യൂട്ട് കാണാം. So the combination of series and shunt feedback, these are important along with the loading method to make the power matching from input to the output to get the maximum output power with minimum noise level. ഈ രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക് വാല്യൂം അതുപോലെ തന്നെ ഷണ്ടായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കമ്പോണൻസിന്റെ വാല്യൂം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഡിസൈനിൽ. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്, we can get maximum power അല്ലെ maximum output power with a minimum noise level. നോയ്സ് ലെവൽ കുറച്ചിട്ട് മാക്സിമം ഔട്ട്പുട്ട് കിട്ടാൻ സഹായിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ സ്മോൾ സിഗ്നൽ ഈക്വലന്റ് of FET model low noise amplifier circuit. Next, two important parameters that we consider during the design of a low noise amplifier is linearity and DC power dissipation. So linearity എന്ന് പറയുന്നത് എന്താണ്? It is linearity in an amplifier is the ability to produce signals that are the accurate copies of the input signal. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ലീനിയർ ആയിട്ട് എപ്പോഴും കീപ്പ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മൾ കൊടുക്കുന്ന സിഗ്നൽസിന്റെ എക്സാക്ട് കോപ്പീസ് അല്ലെങ്കിൽ ആക്യുറേറ്റ് കോപ്പീസ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ലിനിയാരിറ്റി in an amplifier is the ability to produce signals that are accurate copies of the input. So linearity of the amplifier must be taken into account. അല്ലെ, നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ലിനിയാരിറ്റി. ഒരു രീതിയിൽ കൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ ലീനിയർ ആംപ്ലിഫയറിന് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഫ്രീക്വൻസി റേഞ്ചസ് ഒരുപാടുണ്ടായിരിക്കും. പല ഫ്രീക്വൻസി മൾട്ടിപ്പിൾ ഫ്രീക്വൻസീസിലുള്ള സിഗ്നൽസ് അതിനെ റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കും. വെൻ ഇറ്റ് റെസ്പോൺസ് ടു സച്ച് ഡിഫറെൻറ്റ് ഫ്രീക്വൻസി കമ്പോണൻസ് ഇറ്റ് ഡീൽസ് ഇറ്റ് വെരി എഫിഷ്യൻ്റ്ലി. ഈ ഒരു ലീനിയർ ആംപ്ലിഫയർ അതിലേക്ക് വരുന്ന ലീനിയർ ഫ്രീക്വൻസി ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി കമ്പോണൻസിനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്തിട്ട് ഔട്ട്പുട്ടിൽ ഇൻപുട്ടിൽ പല ഫ്രീക്വൻസി വരുന്നുണ്ടെങ്കിലും ഔട്ട്പുട്ടിൽ എന്തില്ലാതെ നോക്കും, ഹാർമോണിക് ഡിസ്റ്റോഷൻസ് അവോയ്ഡ് ചെയ്തിട്ട് ഇൻപുട്ടിൽ എന്താണോ ആവശ്യമുള്ള സിഗ്നൽ അതിനെ മാത്രം ആംപ്ലിഫൈ ചെയ്ത് ഡിസ്റ്റോഷൻ കുറവുള്ള ഹാർമോണിക് ഡിസ്റ്റോഷൻസ് കുറവുള്ള ഒരു ഔട്ട്പുട്ട് സിഗ്നലിനെ തരാൻ സാധിക്കണം. സോ ഒരു ആംപ്ലിഫയർ ലോ നോയ്സ് ആംപ്ലിഫയർ ആണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്യുന്നത്. ഈ ലോ നോയ്സ് ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ലീനിയാരിറ്റി മസ്റ്റ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ലീനിയാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നെക്സ്റ്റ് ഇസ് DC പവർ ഡിസിപ്പേഷൻ. DC പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ടോട്ടൽ DC പവർ സപ്ലൈ ടു എ ഡിവൈസ് മൈനസ് എനി പവർ ഡെലിവേർഡ് ഫ്രം ദ ഡിവൈസ് ടു എ ലോഡ് ആണ്. വേറെ രീതിയിൽ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിവൈസ് വർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഹീറ്റ് ലോസ് ഉണ്ടാവുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് ഹീറ്റ് ലോസ് പ്രിഫേർഡ് ആണോ ഏതെങ്കിലും ഒരു ഡിവൈസ് വർക്ക് ചെയ്യുന്ന സമയത്ത്? അല്ല, ഹീറ്റ് ലോസ് എപ്പോഴും കുറവായിരിക്കണം. എന്ന് വെച്ചാൽ പവർ ഡിസിപ്പേഷൻ കുറവായിരിക്കണം. So power dissipation is a measurement parameter in electronics that quantifies the release of heat within a circuit due to inefficiencies. ആ സർക്യൂട്ടിൻ്റെ ഉള്ളിലുള്ള വർക്കിംഗ് കാരണം അതിൻ്റെ ഓരോ കമ്പോണൻസും എനർജി യൂസ് ചെയ്തതിനനുസരിച്ചിട്ട് പുറത്തേക്ക് പോകുന്ന ഹീറ്റ്, റിലീസ് ഓഫ് ഹീറ്റിനെയാണ് നമ്മൾ അവിടെ എന്ത് പറയുന്നത്, പവർ ഡിസിപ്പേഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾസോ നോൺ ആസ് പവർ ലോസ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹീറ്റായിട്ട് പുറത്തു പോകുന്ന എനർജി എന്താണ്? അത് പവറാണ്. നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കിട്ടിയ സിഗ്നലിന്റെ ഭാഗമായിട്ട് വരുന്ന കുറച്ച് പവർ തന്നെയാണ് ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നത്. സോ നമുക്ക് എന്താണ്, ഹീറ്റ് ഡിസിപ്പേഷൻ അവിടെ കുറയ്ക്കണം, മാക്സിമം പവർ ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും വേണം. So other important parameter that have to be taken in account while designing a low noise amplifier is DC power dissipation. Okay. ഇതുപോലെ തന്നെ നമുക്കിനി ലോ നോയ്സ് ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ലംപ്ഡ് പാരാമീറ്റർ മെത്തേഡ് ആൻഡ് ദ സെക്കൻഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റർ മെത്തേഡ്. ഈ രണ്ട് മെത്തേഡിലും നമുക്ക് ഒരു ലോ നോയ്സ് ആംപ്ലിഫയറിനെ ഡിസൈൻ ചെയ്യാൻ സാധിക്കും. ഈ ലംപ്ഡ് പാരാമീറ്റർ മെത്തേഡിൽ വി ആർ ഗോയിങ് ടു യൂസ് ഓൺലി പാസീവ് എലമെന്റ്സ് ലൈക്ക് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്ടേഴ്സ് ലൈക്ക് ദാറ്റ്.
Okay, usually small signal analysis for designing the low noise amplifier. ഈ ലംപ്ഡ് പാരാമീറ്റർ മെത്തേഡിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നുണ്ടാവുക, എപ്പോഴും പാസീവ് എലമെന്റ്സ് വെച്ച് ഡിസൈൻ ചെയ്യുന്ന ഒരു സർക്യൂട്ട് ആയിരിക്കും. സ്മോൾ സിഗ്നൽ അനാലിസിസ് മോഡലുള്ള സർക്യൂട്ട് ആവും നമ്മളുടെ ഡിസൈനിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റർ മെത്തേഡാണ്. Distributed parameter method in the case of a distributed parameter method, if you are using this type of method for designing a low noise amplifier, we will make use of transformers. ട്രാൻസ്ഫോമേഴ്സിനെ വെച്ചിട്ടായിരിക്കും നമ്മൾ ലോ നോയ്സ് ആംപ്ലിഫയേഴ്സിനെ അവിടെ ഡിസൈൻ ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ലംപ്ഡ് പാരാമീറ്റർ മെത്തേഡ് വെച്ച് നമുക്ക് ലോ നോയ്സ് ആംപ്ലിഫയറിനെ ഡിസൈൻ ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റർ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ലോ നോയ്സ് ആംപ്ലിഫയറിനെ ഡിസൈൻ ചെയ്യാം. സോ ലംപ്ഡ് പാരാമീറ്റർ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക പാസീവ് എലമെന്റ്സ് ആവും. ഡിസ്ട്രിബ്യൂട്ടഡ് പാരാമീറ്റർ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫോമേഴ്സ് അങ്ങനെയുള്ള കമ്പോണൻസ് ആയിരിക്കും. ഓക്കെ, സോ ഇത് FET വെച്ചിട്ടുള്ള ഒരു ലോ നോയ്സ് ആംപ്ലിഫയറിന്റെ ഡിസൈനാണ്. സ്മോൾ സിഗ്നൽ അനാലിസിസ് മെത്തേഡിലാണ് മോഡലിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് എ സ്മോൾ സിഗ്നൽ ഇക്വലന്റ് മോഡൽ ഇസ് യൂസ് ടു അനലൈസ് ദ ലോ നോയ്സ് ആംപ്ലിഫയർ. സോ ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, കോമ്പിനേഷൻ ഓഫ് സീരീസ് ആൻഡ് ഷണ്ട് ഫീഡ്ബാക്ക് ഉണ്ട് അല്ലേ. സോ വിത്ത് സ്യൂട്ടബിൾ ഔട്ട്പുട്ട് ലോഡിംഗ് ഇസ് യൂസ് ടു മേക്ക് ദ മാക്സിമം പവർ മാച്ചിങ് ഇൻ നോയ്സ് ആൻഡ് നോയ്സ് മാച്ചിങ് റിഫ്ലക്ഷൻ കോഎഫിഷ്യൻസ് ഇൻ FET എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സീരീസിലുള്ള ഫീഡ്ബാക്ക് എലമെന്റ്സിന്റെയും പാരലായിട്ട് അല്ലെങ്കിൽ ഷണ്ട് ആയിട്ടുള്ള എലമെന്റ്സിന്റെയും വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സർക്യൂട്ടിൽ തന്നെ നോയ്സിനെ റെഡ്യൂസ് ചെയ്യാനും ഡിസേർഡ് സിഗ്നലിനെ ഇൻക്രീസ് ചെയ്യാനും അവിടെ സാധിക്കും. സോ ദിസ് ഈസ് വൺ ഓഫ് ദ ഈക്വലന്റ് മോഡൽ ഫോർ എ ലോ നോയ്സ് ആംപ്ലിഫയർ യൂസിങ് FET. സ്മോൾ സിഗ്നൽ ഈക്വലന്റ് മോഡൽ ആണിത് കേട്ടോ. സോ ഈ ഒരു സിഗ്നൽ ഈക്വലന്റ് മോഡൽ FET വെച്ചിട്ടുള്ളത് പഠിച്ചു വെക്കുന്നതും നല്ലതായിരിക്കും.